എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ബലവും കൃപയും തന്ന് ദൈവം ഇവിടെ ഞങ്ങളെയും നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളെയും അത്ഭുതകരമായി വഴി നടത്തുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ നമുക്ക് ബലപ്പെടാം, കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം. ഈ ആഴ്ച ഒരു അനുഗ്രഹത്തിൻ്റെ ആഴ്ചയായി കർത്താവ് മാറ്റും, നിശ്ചയം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇങ്ങനൊരു കോട്ടുണ്ട്: ടേക്ക് ടൈം ടു ഇംപ്രൂവ് ബട്ട് ഡോണ്ട് വേസ്റ്റ് ടൈം ടു പ്രൂവ്. നാം നമ്മെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കണം. നമ്മളെ തെളിയിക്കാൻ വേണ്ടി വെറുതെ സമയം കളയരുത്. ഞാൻ മിടുക്കനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മനുഷ്യൻ കുറേ സമയം കളയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി, പുരോഗതികൾക്ക് വേണ്ടി നമ്മുടെ സമയം ഉപയോഗിക്കണം. അല്ലാത്ത വ്യക്തികൾ അവർ മിടുക്കരാണെന്ന് കാണിക്കാൻ വേണ്ടി കടന്ന് കുറേ സമയം അതിനു വേണ്ടി തന്നെ കളഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ ഒന്ന് മാനസാന്തരപ്പെടാം. നമ്മെ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ വീട് പെയിൻ്റൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് കണ്ട് പെയിൻറ് ചീത്തയായിട്ടില്ലെങ്കിലും, വീട്ടിലെ കർട്ടൻ ചീത്തയായിട്ടില്ലെങ്കിലും, വീട്ടിലെ ബെഡ്ഷീറ്റ് ചീത്തയായിട്ടില്ലെങ്കിലും, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ കീറിയിട്ടില്ല, ചീത്തയായിട്ടില്ല, ഫെയ്ഡായിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം മാറ്റാറുണ്ട്. കാരണം എന്താ? നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഒരു പുരോഗതി കൊണ്ടുവരുന്നു എന്നുള്ളതിന് അതൊരു തെളിവാണ്. എന്നാൽ നമ്മൾ ഒരു പുരോഗതി കൊണ്ടുവരാറില്ല. നമ്മുടെ മനസ്സ് പുതുക്കാറില്ല. റോമർ 12 പറയുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മനസ്സിന് പുതുക്കം വേണം, ശരീരത്തിന് പുതുക്കം വേണം. പ്രത്യേകിച്ച് ഈ 40 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മസിൽ ലോസ് ഉണ്ടാകും. നമ്മുടെ മസിലുകളെല്ലാം ബലക്ഷയമാകും. നമ്മുടെ ശരീരത്തിൽ അനവധി മസിലുകളുണ്ട്. ബൈസ്, ട്രൈസ്, ഇങ്ങനെ കുറേ പേരുകളൊക്കെ ശാസ്ത്രീയമായിട്ട് പറയും. കാലുകൾക്കും പലതരത്തിലുള്ള മസിലുകളുണ്ട്. നെഞ്ചിൻ്റെ മുൻഭാഗത്തും പുറഭാഗത്തും ധാരാളം ടൈപ്പ് മസിലുകളുണ്ട്. നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ പഴയതുപോലെ തന്നെ ജീവിക്കും. ഒരു 40 വയസ്സ് വരെയൊക്കെ ഈ മസിലുകൾ പിടിച്ചു നിൽക്കും. പിന്നീട് ഇതിങ്ങനെ ബലക്ഷയമാകും. എന്നാൽ 40 വയസ്സൊക്കെ കഴിയുന്ന ഒരു വ്യക്തി അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ വ്യായാമം ചെയ്യണം, നടക്കാൻ പോകണം, ഓടണം, നീന്താൻ പോകണം, ജിമ്മിൽ പോകണം, ശരീരത്തിലെ മാംസപേശികൾക്ക് ബലം കൊടുക്കണം, നമ്മുടെ ശരീരത്തിന് പുതുക്കം കൊടുക്കണം. മനസ്സോ കുറേയൊക്കെ കഴിയുമ്പോൾ മനസ്സിടിയും. 60 വയസ്സ് കഴിയുമ്പോൾ പെൻഷനായി 60 കഴിഞ്ഞു, സീനിയർ സിറ്റിസൺ, സർക്കാർ 1000 രൂപ കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ചിന്ത വരുമ്പോൾ ഞാനൊരു സീനിയർ സിറ്റിസനാണ്, ഞാനിനി പ്രയോജനമില്ലാത്തവനാണ് എന്നൊരു ചിന്ത വരും. എന്നാൽ മനസ്സ് പുതുക്കണം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരുമെന്നാണ്. അതുപോലെ തന്നെ ശരീരത്തെ പുതുക്കണം, മനസ്സിനെ പുതുക്കണം, ആത്മാവിനെ പുതുക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് പുതുക്കമുണ്ടാകും. ജീവൻ്റെ പുതുക്കം ഉണ്ടാകുന്നത് ജീവൻ്റെ വചനങ്ങൾ നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാൻ വചനം നമുക്ക് നല്ല വെളിപ്പാടുകൾ തരും. വചനം നമുക്ക് ദൂതുകൾ മാത്രമല്ല, വെളിപ്പാടുകൾ വേണം. ഞാൻ ആരാണ് എന്നുള്ള വെളിപ്പാട് നമ്മെ ബലപ്പെടുത്താൻ ഇടയാകും. അതുകൊണ്ട് നാം നമ്മെ തന്നെ പുതുക്കുവാൻ സമയം ഉപയോഗിക്കുക. നാം ആരാണെന്നൊന്ന് തെളിയിക്കാൻ വേണ്ടി കിടന്ന് മെനക്കെടണ്ട.
എന്തൊക്കെ തെളിയിച്ചാലും നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അതിനു വേണ്ടി സമയം കളയാതെ നമ്മെ ഒന്ന് പുതുക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ കൊടുക്കാം. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി റോമാലേഖനത്തിലേക്ക് 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. 12-13 വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. രക്ഷിക്കപ്പെട്ട നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ജഡത്തെ അനുസരിച്ച് വേണമെങ്കിൽ ജീവിക്കാം. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എല്ലാ കൃപാവരങ്ങളുമുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, മലയെ നീക്കാനുള്ള വിശ്വാസവും ശരീരത്തെ ചുടുവാൻ കഴിയുന്ന ത്യാഗവും എല്ലാം ഉള്ളപ്പോഴും നമുക്ക് ജഡത്തിൽ ജീവിക്കാം. നമ്മളാ തീരുമാനിക്കുന്നത് ജഡത്തിൽ ജീവിക്കണമോ ആത്മാവിൽ ജീവിക്കണമോ. അത് ദൈവമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. അടുത്തത് പറയാം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. ജഡത്തെ എന്ന് പറയുമ്പോൾ ചിലർ പറയും ശരീരത്തെയാണെന്ന്. ശരീരത്തെ അനുസരിച്ചാലും പരാജയമാണ്. കാരണം ശരീരം നമ്മളല്ല. നമ്മളെന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ശരീരം എന്തിനുള്ളതാണ്? നമ്മുടെ ആത്മാവിന് കുടിയിരിക്കാനുള്ള ഒരു ഭവനമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ മന്ദിരമാണ്. മന്ദിരത്തിന് ജീവനുണ്ടോ? ശലോമോൻ പണിത ദേവാലയം, മോശ പണിയെടുപ്പിച്ച സമാഗമന കൂടാരം, ഇതിന് വല്ല ജീവനുണ്ടോ? തങ്കം കൊണ്ടൊക്കെ പൊതിഞ്ഞതാണ് എന്ന് കരുതി ഇതിന് ജീവനുണ്ടോ? ഇല്ല. ജീവൻ അതിനകത്ത് വസിക്കുന്ന ആത്മാവിനാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ദേവാലയം ദേവാലയമാകുന്നത്. യേശുവിൻ്റെ കാലത്തുള്ള ദേവാലയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയില്ലായിരുന്നു. മൊത്തമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. യോഹന്നാനെ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ്റെ പിതാവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ, അതുപോലെ യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയപ്പോൾ, അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിമഹത്തായ നിലയിൽ അവിടെ ദൈവസാന്നിധ്യം കുറവായിരുന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ ചില ചലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആലയത്തിനല്ല പ്രത്യേകത, ആലയത്തിൽ അധിവസിക്കുന്ന ദൈവ മഹത്വത്തിനാണ്, പരിശുദ്ധാത്മാവിനാണ് പ്രാധാന്യമുള്ളത്. ഇതുപോലെ നമ്മൾക്ക് വേണമെങ്കിൽ ശരീരത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ല, നമുക്ക് വേണമെങ്കിൽ ആത്മാവിനനുസരിച്ചും മുന്നോട്ട് പോകാം. ഇത് തീരുമാനിക്കുന്നത് നമ്മളാണ്. 13-ാം വാക്യം നോക്കിയേ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. ജഡത്തെ അനുസരിച്ച് വേണമെങ്കിൽ ജീവിക്കാമെന്ന് രക്ഷിക്കപ്പെട്ടവരോടാണ് പറയുന്നത്. വിശ്വാസ സമൂഹത്തോടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവരോട് തന്നെയാണ് പറയുന്നത്. ചിലര് തെറ്റായി പഠിപ്പിക്കുന്നത്, ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ അവന് പിന്നെ കുഴപ്പമൊന്നുമില്ല, അവൻ എന്ത് ചെയ്താലും ദൈവത്തിന് പ്രസാദമാണ്. അല്ല, രക്ഷിക്കപ്പെട്ട ഒരുവൻ എടുക്കുന്ന തീരുമാനം ജഡത്തെ അനുസരിച്ച് ജീവിക്കണോ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണോ, ഇതൊക്കെ ഓരോ വ്യക്തികൾ എടുക്കുന്ന തീരുമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മെ ഉയർത്തുന്നത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചതാണ്, അതൊരു തീരുമാനമാണ്. യേശുവിനെ അനുസരിച്ചു, യേശുവിനോട് ചേർന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തീർന്നില്ല. ഇനിയും നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പം ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു
എന്ന് പറയുന്ന ആൾക്കാർ മാത്രമല്ല, അതിനുശേഷവും ദൈവമക്കൾ എന്ന പ്രവർത്തികളുണ്ട്. വിശ്വാസ സ്നാനവും രക്ഷാവാചകം ചൊല്ലിയ പ്രവർത്തികൾ കൊണ്ട് ദൈവമക്കൾ എന്ന പേര് പൂർണ്ണമാകുന്നില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും വിശ്വാസത്തിൽ ദൈവാത്മാവിൽ സഞ്ചരിക്കണം. അതാണ് അവിടെ പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവർ. അപ്പോൾ ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ആത്മാവിൽ ജീവിച്ചിട്ട് ശരീരം കൊണ്ടുവരുന്ന, ജഡം കൊണ്ടുവരുന്ന പ്രവർത്തികളെ നമ്മൾ മരിപ്പിക്കണമെന്ന്. അതാണ് അവിടെ വായിക്കുന്നത്. നമ്മളതിനെ ഇല്ലായ്മ ചെയ്യണം. ജഡത്തിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം. രണ്ട് ചിന്തകളുണ്ട്. ജഡത്തിൻ്റെ ചിന്ത ജഡത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ടുവരും. ആത്മാവിൻ്റെ ചിന്ത ആത്മാവിൻ്റെ പ്രവർത്തി കൊണ്ടുവരും. എല്ലാം ചിന്തയിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് എന്നോട് പറ. നിങ്ങൾ എന്തിൽ നടക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു ദിവസം ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ രാപ്പകൽ ദൈവവചനത്തിൽ ചിന്തിക്കുന്നവരാണോ? പോസിറ്റീവായി ചിന്തിക്കുന്നവരാണോ? നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അല്ല, നിങ്ങളെപ്പോഴും എൻ്റെ വീട്ടുകാരങ്ങനെയാണ്, നാട്ടുകാരിങ്ങനെയാണ്, പുതിയ ഗവൺമെൻറ് അങ്ങനെയാണ്, എല്ലാം ചുമ്മാതെയാണ്, ആരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നെഗറ്റീവായി ചിന്തിക്കുന്നവരാണോ? നിങ്ങളൊരു വൻ പരാജയമാണ്. അല്ല, എല്ലാ നിലയിലും നിങ്ങൾ പരാജയപ്പെട്ടവരാണോ? സാരമില്ല, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റാമോ? നിങ്ങളുടെ പ്രവർത്തികളും അത്ഭുതമായി മാറും. ജീവന്റെ ചിന്തകൾ ജീവന്റെ വാക്കുകൾ തരും. ജീവന്റെ വാക്കുകൾ ജീവന്റെ പ്രവർത്തികൾ തരും. നിങ്ങളുടെ ചിന്തകൾ തരുന്നത് നല്ല വാക്കുകളാണ്. ആ നല്ല വാക്കുകൾ നല്ല പ്രവർത്തികളിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് ഈ കേട്ട വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നവരെന്ന നല്ല പേരുള്ളവരായി മാറുക. അവർ ദൈവത്തിൻ്റെ മക്കളാണ്. യേശു ആത്മാവിൽ മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം ഉപവസിച്ചു. ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ സഞ്ചരിച്ചു. ഒടുവിൽ യോഹന്നാൻ 19 വായിക്കുന്നത് പോലെ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, എല്ലാ നാമത്തിലും മേലായ നാമം കൊടുത്തു. ആത്മാവിൽ സഞ്ചരിച്ച യേശു ജയാളിയായിട്ട് മാറി. ആത്മാവിൽ സഞ്ചരിച്ച ഫിലിപ്പോസ് ശമരിയ പട്ടണത്തെ സന്തോഷമുള്ളതാക്കി. ആത്മാവിൽ മുന്നോട്ട് പോയ പൗലോസ് നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതുകൊണ്ട് ആത്മാവിൽ സഞ്ചരിക്കുക. പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ആത്മാവിൽ പോയതുപോലെ ഇനിയുള്ള നാളുകളിൽ നമുക്ക് ആത്മാവിൽ സഞ്ചരിക്കാം. പോകുന്നിടത്തെല്ലാം ഒരു വലിയ ആത്മപകർച്ച കാണാൻ കർത്താവിടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെ തരുന്നു. ഈ തിങ്കളാഴ്ച മുതൽ വലിയൊരു ദൈവപ്രവൃത്തി, ആത്മാവിലുള്ള യാത്ര, ഒരു ദൈവ പൈതലിൻ്റെ ക്വാളിറ്റി എല്ലാ മക്കളിലും വ്യാപരിക്കട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അന്ത്യകാല ഉപകരണങ്ങളായി ഇവർ ശോഭിക്കട്ടെ. ജഡത്തിൻ്റെ പ്രവർത്തികളെ ആത്മാവിൻ്റെ ശക്തിയാൽ, ആത്മാവിൻ്റെ വചനത്താൽ, ആത്മാവിൻ്റെ അധികാരത്തിൽ മരിപ്പിക്കാനുള്ള ശേഷി, ഇല്ലായ്മ ചെയ്യാനുള്ള ശേഷി, പാപ സ്വഭാവങ്ങളെ ചിന്തകളിൽ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തി മക്കൾക്കുണ്ടാകട്ടെ. പാപ സ്വഭാവങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് വലിയൊരു ദൈവപ്രവൃത്തി കൊണ്ടുവരും. കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.
യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. ഹീമം പോലെന്നെ വെണ്മയാക്കുന്നു യേശുവിനെ. യേശുവിൻ്റെ രക്തത്തിനായി നന്ദി. യേശുവിൻ്റെ രക്തത്തിനായി, യേശുവിൻ്റെ രക്തത്തിനായി